അപ്പോ വിഷയം സാഹിത്യാണ് അല്ലേ? അതെ. നിങ്ങളിപ്പോ സാഹിത്യത്തിനെ കുറിച്ച് സംസാരിച്ചല്ലോ. എന്താണ് സാഹിത്യം? എന്താണ്? എടോ, സാഹിത്യം എന്ന് പറഞ്ഞാല് അവനവനിൽ നിന്ന് അവനവനെ പുറത്തെടുക്കാൻ സഹായിക്കുന്നത് എന്തോ അതാണ് സാഹിത്യം. അവനവനിൽ നിന്ന് അവനവനെ പുറത്തെടുക്കാൻ സഹായിക്കുന്നത് എന്താണോ അതാണ് സാഹിത്യം. മനസ്സിലായി. ആ, വേറൊരു കാര്യം പറയാം. അപ്പൊ മുകുന്ദന്റെ കാര്യം പറഞ്ഞാല് ഈ മുകുന്ദൻ ആരാന്ന് മനസ്സിലായോ? ഉണ്ണി മുകുന്ദൻ. ഏടോ, അത് സിനിമാ നടനല്ലേ. സാഹിത്യം പറയുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ ഏടോ മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരത്ത് മനസ്സിലായി. മയ്യഴിപ്പുഴ എവിടെയാണ്? ആലുവേലി. ഏടെ മയ്യഴിപ്പുഴ കിടക്കണത് എവിടെയാണ്? അത് മാഹിയിലാണ്. വില കൊടുത്ത സാധനം കിട്ടൂലേ? കള്ള നായിക്കളെ എങ്ങടെ കൂടെ ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് സാഹിത്യം പറയണേ. ഏടാ, അത് സുന്ദരമായ ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ്. ആ മയ്യഴിപ്പുഴയുടെ തീരത്ത് നിന്നുള്ള കഥയൊക്കെ എഴുതിയിട്ടില്ലേ? അത് മുകുന്ദനാണ്. വേറെ കഥയൊന്നും എഴുതിയിട്ടില്ല. വേറെ കഥ എഴുതിയിട്ടില്ല. ഒറ്റ ബുക്ക് എഴുതിയിട്ടുള്ളൂ. അതെന്തായിരിക്കും വേറെ ബുക്ക് എഴുതാത്തത്? വേറെ ബുക്ക് എഴുതാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അതായിരിക്കും. അങ്ങനെ ജീവിതല്ലേ, ജീവിതമാകുമ്പോ അങ്ങനെ പലതുണ്ടല്ലോ. ഒരു 25 days ഇവിടെ ഉണ്ടാവും. 25 days അങ്ങനെ അതിന്റെ. ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. അമ്മച്ചിയുടെ കൊടുത്തേക്കാം. ഞാൻ എന്നിട്ട് വിളിച്ചോളാം നിന്നെ കേട്ടോ. താങ്ക് യു. ഓക്കെ, ബൈ. എന്താ വന്നതാ? പിന്നെ എപ്പോഴാ വന്നത്? 2 days ആയി. അതല്ലേ? 2 ദിവസമായി. എന്തൊക്കെയുണ്ട് പണ്ഡിറ്റ്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് കോയക്കട വിശേഷങ്ങൾ? എന്താ നല്ല വിശേഷം. ഹെൽത്ത് പിന്നെന്താ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണ്. പിന്നെ അന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഹോറിബിൾ ആയിരുന്നു. ഈ ഇതില് മറ്റേ ഞാന് ഹോറിബിൾ എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പെട്ടു. മനസ്സിലായി. ദോഹ വഴിക്കാ വന്നതേ. കാനഡയിൽ നിന്ന് ദോഹ നമ്മള് കൊച്ചി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്തോ ടെക്നിക്കൽ പ്രശ്നം, ഫ്ലൈറ്റിന് 4 മണിക്കൂർ ഡിലേ. എന്റെ കോയക്കായിരുന്നു നരകിച്ചില്ലേ? അതെല്ലേ? അയ്യോ, അല്ല ആ പരിപാടിയെല്ലാം മാറും ഇനിയിപ്പോ ഉടനെ. അതെ, ശരി. ഇനി പോണില്ലേ? ഇല്ല, അതല്ലാന്നേ, വേറെ പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. അതെ. അതായത് എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ടേ. എലൻ മസ്ക് കേട്ടിട്ടുണ്ട്. റസ്ക് അവിടെ റസ്ക് അല്ല കോയക്ക, എലൻ മസ്ക്. അല്ല, ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ റസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങോട്ട് വന്നിരിക്കും. എനിക്ക് പെടലി ഒന്നാമത് യാത്രയുടെ പ്രശ്നമായിട്ടിരിക്കും. എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബിസിനസ് ആണ്. പുള്ളിയുടെ ഒരു കമ്പനിയുണ്ട്, സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ട്. അല്ല ഏട്ടാ, ഈ സെക്സ് എന്നൊക്കെ പറഞ്ഞ ബിസിനസ് ആണോ? സ്പേസ് എക്സ് ഇതൊക്കെ ആവശ്യമില്ല. നിന്റെ ഇപ്പോഴും നിന്റെ ചിന്തയും പ്രശ്നം മാറില്ല. അപ്പൊ സ്പേസ് എക്സ് എന്നാണ് പുള്ളിയുടെ കമ്പനിയുടെ പേര്. പുള്ളി ഒരു ടെക്നോളജി, ഒരു സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഇനിയുള്ള യാത്രകളൊക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് അമേരിക്കയിൽ പോകാൻ വെറും 1/2 മണിക്കൂർ മതി. ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ റോക്കറ്റ് ഒക്കെ പോണില്ലേ? റോക്കറ്റ് കണ്ടിട്ടില്ലേ നിങ്ങൾ? കാണാറില്ലേ റോക്കറ്റ്? അതുപോലെ സ്പേസിലേക്ക് ഇവിടുന്ന് ഈ സ്റ്റാർഷിപ്പ് ഇവിടുന്ന് ഒരൊറ്റ വിടലാണ്. ഭൂമി നമ്മുടെ ഗുരുത്വാകർഷണമുള്ള ആ സംഭവം വിട്ട് കഴിഞ്ഞാല് ഈ സാധനം പിന്നെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കാം. അവിടെ പോയിട്ട് ഇപ്പം നമുക്ക് അമേരിക്കയിലാണ് പോകണമെങ്കിൽ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ലാൻഡ് ചെയ്യാം. 1/2 മണിക്കൂർ മതി. ഇപ്പൊ വേറെ കാനഡ ആണെങ്കിൽ കാനഡ എവിടെ വെച്ചാൽ ഈ സംഭവം അങ്ങോട്ട് ലാൻഡ് ചെയ്യും. 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞില്ലേ? ഭാവിയില് ഈ പിള്ളേരൊക്കെ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകണല്ലേ? നമ്മുടെ ഈ ഞാൻ അങ്ങോട്ട് ഇപ്പൊ പള്ളിയിലേക്ക് പോകാനുണ്ട്. കാണാട്ടാ, ഞാൻ വീട്ടിലേക്ക് പിടിക്കണോ? നമ്മളിപ്പോ എവിടെ പറഞ്ഞ ഓർത്തിയാ? ടൂറ്. അതായത് ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് ടൂർ ഇങ്ങനെ കൊണ്ടുപോകണല്ലേ? അതുമാതിരി ഇനി ഇത് വളരെ ദൂരമല്ല. പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണ എവിടെ അറിയാമോ? ചന്ദ്രനില്, ചൊവ്വയിലേക്ക്, വ്യാഴനിലേക്ക്, അമേരിക്കയിലേക്ക്. കാരണം 1/2 മണിക്കൂർ മതി പോയി വരാന്. നമ്മുടെ ഈ സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ അനൗൺസ്മെന്റ് കേട്ടിട്ടില്ലേ? ബസ്സിന്റെ കൊട്ടാരക്കര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം വഴി എറണാകുളത്തിന് പോകുന്ന ബസ് പാർക്ക് ചെയ്തിരിക്കുന്നു പറയുമാതിരി ഇനി അടുത്ത ഭാവിയിൽ വരാൻ പോണത് ഇങ്ങനെ ആയിരിക്കും. ഭൂമിയിൽ നിന്നും ചൊവ്വ, ബുധൻ, ചന്ദ്രൻ വഴി ശനിയിലേക്ക് പോകുന്ന സ്റ്റാർഷിപ്പ് ഇന്ന നമ്പർ ഇന്നടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. അടിപൊളിയായിരിക്കും. അതായി കഴിഞ്ഞിട്ട് വേണം
കുറച്ച് സ്ഥലമല്ല ഞാൻ ചന്ദ്രനിൽ വാങ്ങിക്കാനുള്ള ഐഡിയ ഉണ്ട്. ചൊവ്വയിലും ചന്ദ്രന് വാങ്ങാമേ. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ ഇവിടെ നിന്ന് പെട്ടെന്ന് പ്രളയം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമികുലുക്കം ഉണ്ടായി, നമുക്ക് നേരെ ഇവിടെ നിന്ന് അടുത്ത അരമണിക്കൂർ മതിയല്ലോ അവിടെ തന്നെ പോവല്ലോ. നോക്കാൻ കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് കരുതി വെച്ചോ. എത്ര രൂപ വന്നാലും വലിയ ചെലവൊന്നും വരില്ല. ഇത് ഇപ്പൊ ആദ്യം കുറച്ച് ഇതായിരിക്കും, പിന്നെ അങ്ങോട്ട് ഇതൊക്കെ വളരെ ചീപ്പാവും. നമ്മളെ സാധാ പോലെ മെട്രോയിലൊക്കെ പോകുന്ന കാര്യമാണ്. ചകിരിയാവട്ടാ, എനക്ക് ഇതിപ്പോ ഒരു ചെറിയ കടയല്ലേ, ഇതൊന്ന് പൊളിച്ചു മാറ്റി വിപുലമായിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് വേണം. സൂപ്പർ മാർക്കറ്റ് ആഗ്രഹമാണ്. അതായത് ഉന്തുന്ന വണ്ടി ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് എന്റെ ഇതെല്ലാം വന്ന സാധനം പറക്കി ഇത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണം കുറച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന അല്ല ഉദ്ദേശിക്കുന്നത്. തന്നെയല്ലേ നമ്മളെ ഉണ്ണിക്ക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമല്ലോ. സൂപ്പർ മാർക്കറ്റോ? ഇവിടെ നമ്മുടെ നാട്ടിലോ? പക്ഷേ എന്റെ ഒരു അറിവ് വെച്ച് നോക്കിയാലേ പറ, ഇനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങേണ്ടത് ഇവിടെ അല്ല, ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വേണം ഇനിയിപ്പൊ എന്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ. അല്ലാണ്ട് ഇവിടെ കിടന്ന് കെട്ടി തിരിഞ്ഞിട്ട് ഇനി കാര്യമൊന്നുമില്ല. എന്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യങ്ങളോട് പറയാം. എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ചങ്ങായി ഉണ്ട്. എലൻ മസ്ക്, മാസ്കിന്റെ കച്ചവടമല്ല, എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി ഉണ്ട്. ഈ എലൻ മസ്കിന്റെ ഒരു കമ്പനി ഉണ്ട്, സ്പേസ് എക്സ് എന്നാണ് അതിന്റെ പേര്. എന്താണ് സ്പേസ് എക്സ്? പശുവാ? എന്നായി പറഞ്ഞു സ്പേസ് എക്സ്. സ്പേസ് എക്സ് ആ കമ്പനിയുടെ ഒരു പുതിയ ടെക്നോളജി, അത് ഈ എന്താണ് അതിന്റെ പേര്, സ്റ്റാർഷിപ്പ് എന്നാണ് അതിന്റെ പേര്. ബോട്ടൊന്നല്ല ചങ്ങായി, എന്തെന്നാ പറഞ്ഞ, അതൊരു കണ്ടുപിടുത്തത്തിന്റെ പേര് വലിയൊരു മനസ്സിട്ടതാണ്. പറയട്ടെ, സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? 24 മണിക്കൂറൊക്കെ എടുക്കും. പോരെങ്കിലേ ഉള്ളോ? അപ്പോ ആ സ്ഥലത്തേക്ക് 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്തുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് എത്തേണ്ടോത്തെത്തി. ആ രീതിയിൽ ഈ ഭൂമിയിൽ അങ്ങോട്ട് നേരെ സ്പേസിലേക്ക് അങ്ങോട്ട് പോവുകയാണ് വണ്ടി. അവിടെ നിന്നാണ് തീരുമാനിക്കുക ലണ്ടനിലേക്കാ പോകേണ്ടത്, അമേരിക്കയിലേക്കാ പോകേണ്ടത്, ഇന്ത്യയിലേക്കാ പോകേണ്ടത്, എവിടേക്കാ പോകേണ്ടത് അവിടെ നിന്നാ തീരുമാനിക്കണം. പിന്നെ അങ്ങോട്ട് ചെന്ന് ലാൻഡ് ചെയ്യലാ, തീരുമാനിച്ചിട്ടേ 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്തും. ഇനി സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ പറയാം, കുട്ടികളെ ചന്ദ്രനിലേക്ക് വിടുണ്ടോ, ചൊവ്വയിലേക്ക് വിടുണ്ടോ? പൂവുണ്ട്. അപ്പൊ അടുത്ത വർഷം നെപ്റ്റൂണിലേക്ക് പോകാനുള്ള പദ്ധതി ഉണ്ട്, ഇപ്പൊ എന്നെ കാശുണ്ടാക്കിക്കോളി എന്നൊക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഇനി ടൂറൊക്കെ പോയി പെട്ടെന്ന് പോയി വരേ, ഒരു ദിവസം കൊണ്ട് പോയി വരാൻ സംഭവം. ആ രീതിയിലേക്കാവും ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മളിപ്പോ KSRTC ബസ്സിലൊക്കെ ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോ അങ്ങനെ പറയില്ലേ, നമ്മുടെ എറണാകുളം, ചാലക്കുടി, തൃശ്ശൂർ വഴി കോഴിക്കോട് പോകുന്ന KRR 32-40 അതൊന്നും ഇനി ഉണ്ടാവൂല. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലൂടെ ചൊവ്വ വഴി ശരിയിലേക്ക് എത്തുന്ന KR 32-45 മറ്റേ സ്റ്റാർഷിപ്പ് ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ അവസ്ഥ. അല്ല, ഇത് എങ്ങനെയൊക്കെ ഇതെല്ലാം പഠിച്ചേ? അത് ഞാൻ പഠിച്ചു. നിങ്ങളെന്തപ്പ ചിരിച്ച്? അല്ല, സത്യം ഇതാണ്, സത്യം മനസ്സിലാക്കിക്കോളി. ചന്ദ്രനില് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാന്ന് പറഞ്ഞല്ലോ, അപ്പൊ തറേന്റെ ആവശ്യമില്ലല്ല. തറയുടെ ആവശ്യമില്ല, ഇജ്ജ അവിടെ ഉണ്ടല്ലോ. അല്ല, ഞാൻ എന്താവും എന്തായാലും അടപ്പരെ ഇപ്പൊ ദാമോട്ടറെ കൊണ്ട് കിട്ടുകാരൻ ദാമോട്ടറെ കൊണ്ട് ചെത്തുകല്ല് പറക്കൊക്കെ ചെയ്ത് പാറി പാറി കളിക്കുമല്ലോ, പോകൃത്ത് ആകർഷണ പരം. അത് ശരിയാണ് ചേങ്ങായി. അതിന് അവിടെ അങ്ങനല്ല, അവിടെ ഈ ഏങ്കറിൽ ഷർട്ട് തൂക്കിയിടുന്ന മാതിരിയാണ് പീടിയൊക്കെ തൂക്കിയിടുക. അങ്ങനെ മുകളിൽ നിൽക്കയ്യ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു കനത്തിൽ കെട്ടി തൂക്കിയിട്ട് ഇങ്ങോട്ട് താഴ്ത്തിട്ട് ഇങ്ങോട്ട് ഇടും. അതുമാതിരി കാശൊക്കെ താഴ്ത്തുന്നിട്ട് അവരിങ്ങനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മേശപ്പുറത്തേക്ക് എത്തും. സംഭവം അതൊന്നും പറഞ്ഞോട് പറഞ്ഞിട്ട് കാര്യ. ഗുരുതാകർഷണം പറ ആരോടാ പറഞ്ഞേ? ഇതൊക്കെ മനസ്സിലാവണം. ഞാൻ ആദ്യം പത്രം വായിക്കണം, എന്നിട്ട് എന്നോട് സംസാരിക്കാൻ പാചോ ഈയൊക്കെ. ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് പോവാണ്. എന്തപ്പ ഞാൻ മേടിക്കാം? മറ്റേ ആ ഒരു ഇത് കാട്ട്, ആ പേസ്റ്റ് കൂടി തിരിച്ചറിയാത്ത വേസ്റ്റാണ് ഈയൊക്കെ. തരും, കറക്റ്റാണ്, പൈസ കറക്റ്റാണ്. അറിവ് ഭയങ്കര ഭയങ്കര അറിവല്ലേ ഇതില്, നോളജ് പഠിച്ചേ. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് വിറ്റ് പറക്കിട്ട് എന്തായാലും തീരുമാനിച്ചു, ചന്ദ്രനിലേക്ക്. അതന്നെ എനിക്കല്ലേ.
നമുക്ക് തുടങ്ങാം അല്ലേ? മാർച്ച് 8 വനിതാ ദിനമാണ്. അപ്പൊ ഇത്തവണ വളരെ വിപുലമായിട്ട് നമുക്ക് ആഘോഷിക്കണം. കഴിഞ്ഞ മുമ്പത്തെ പോലെയല്ല, നിങ്ങളുടെ എല്ലാവരെയും പരിപാടി ആയിക്കോട്ടെ, ഡാൻസോ പാട്ടോ അങ്ങനെ എന്താണ് വേണ്ടേന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് കാര്യം പറയുമ്പോ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ, ഇപ്പോൾ ഈ നിമിഷം മുതൽ എല്ലാവരും തീരുമാനം എടുക്കുക. മാർച്ച് 8 തീയതി പരിപാടി കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ കാര്യമുള്ളൂ. അത് തന്നെ. അപ്പൊ ഇനിയിപ്പോ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഉദ്ഘാടക വേണം. എന്റെ ഒരു അഭിപ്രായത്തിൽ കൗസല്യ ടീച്ചർ വേണ്ട. അത് നല്ല അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാം. അല്ല, ഞാൻ നല്ല ആളെ കൊണ്ടുവരുമല്ലോ. അല്ല എന്നാലും ഒന്നും കാണാതെ ഞാൻ ഇത് പറയില്ലല്ലോ. നമ്മുടെ എല്ലാ പരിപാടികൾക്കും കൗസല്യ ടീച്ചറാണ് വരണത്. അല്ല പ്രസിഡന്റ്, ഞാൻ പറയണ ആളിന്റെ ഇത്ര വർഷമായിട്ട് എനിക്ക് അറിയണ കാര്യല്ലേ. അത് പ്രസിഡന്റ് നോക്കി തീരുമാനിച്ചോളൂ. അതെ, അത് നമുക്ക് നല്ല ആളെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മാരെ നമ്മൾ അടുപ്പിക്കേ വേണ്ട. ചേച്ചി, അന്നത്തെ ദിവസം നമുക്ക് ഭർത്താക്കന്മാരെ ഒഴിവാക്കിയാലോ? ഒഴിവാക്കിയല്ലോ. ആ ദിവസം ഒഴിവാക്കുന്നോണ്ട് കുഴപ്പമില്ല, ഒഴിവാക്കിക്കോട്ടെ, അത് കുഴപ്പമില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ പുരുഷന്മാരെക്കാൾ ഒരു പടി മുകളിലാണ് എന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. പിന്നെ പ്രസിഡന്റെ, നമ്മൾ ഈ പിരിവിനിറങ്ങുമ്പോ ചിലരെ കളിയാക്കുകയും കൊച്ചാക്കുകയൊക്കെ ചെയ്യും. അന്നേരം എന്താ ചെയ്യണ്ടേ? ഒന്ന് നോക്കട്ടെ, 2 അടി അങ്ങോട്ട് കൊടുക്കണം. സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ട് ലക്കി വെളുപ്പിക്കുക. അത് നമ്മുടെ പരിപാടിക്ക് ഒരു ഹൈപ്പും കിട്ടും. ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. അതെന്താ? അല്ല, നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കാൻ വേണ്ടിട്ടേ ഏതെങ്കിലും ഒരു ആണ് നമ്മുടെ കൂടെ വേണ്ടേ? അതായത് നമുക്ക് നല്ലോണം വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മുടെ ആശയങ്ങളോട് കൂടെ നിൽക്കുന്ന, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പെരുമാറുന്ന അങ്ങനെ ഒരാളെയാണ് നമുക്ക് ആവശ്യം. സത്യശീല മതിയല്ലോ. സത്യശീലനാവുമ്പോ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. വളരെ നിഷ്കളങ്കനാ. ഹലോ മണ്ടു, ഞാനിവിടെ കണത്തിൻകരയില്ലേ? ആണോ? ഓ പിന്നെന്താ വിട്ടോളൂ പോവാം. സത്യ ഒരു മിനിറ്റ്. എന്താ രാവട്ടാ? ഇന്നലെ രാത്രി എന്റെ മോള് പരീക്ഷ കഴിഞ്ഞ് ബസ് ഇറങ്ങി വരുമ്പോ നീയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടാക്കിന. അവള് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ ഇന്നലെ ഒരുപാട് വൈകിയല്ലോ. അപ്പൊ കവലയിൽ ഇറങ്ങിയപ്പോഴേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതാണ്. നീ അവള് ദേഹത്ത് മുട്ടിയാ? മുട്ടിയൊന്നുമില്ല. എന്ത് നീ മുട്ടി? ഇല്ല രാഘവേട്ടാ, ഇനിയിപ്പോ രാത്രിയല്ലേ, അപ്പൊ അറിയാതെ എങ്ങാനും ചിലപ്പോ ഒന്ന് മുട്ടി കാണും, അത്രേ ഉള്ളൂ. നീ മുട്ടിന്ന് അവള് പറഞ്ഞു. കട മുതൽ വീട് വരെ നീ മുട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ കൈക്ക് നീര് വന്നിട്ടില്ല. വെയ്യാമറ്റ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിക്കും. മനസ്സിലായാ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാതെന്നറിയാ? ഇത് നാട്ടുകാരറിഞ്ഞാ എന്റെ മോക്ക് മോശം. അല്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടോ? ആരോടും പറയണ്ട. ആരോടും പറയണ്ട. കറക്റ്റ്. ശരി. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? വിറക്കണ്ട. സത്തു എവിടെ സംസാരിച്ചോണ്ടിരിക്കുവാണോ? അപ്പൊ ശരി, പോട്ടെ നമുക്ക്. നീ ഇറങ്ങിയ ഞാൻ ഓടിക്കാം. അതന്നെയാ നല്ലത്. കയറോ? പിടിക്കട്ടെ. തള്ളേ, ആ ഫോൺ എടുത്തേ. ഫോൺ
തരല ഇതവിടെ കൊണ്ടുവച്ചു. അത് ചാർജിന് വെച്ചിനോ? അത് ഞാൻ പറയണ ചാർജ് വെക്ക്. അത് കഴിഞ്ഞിട്ട് ചാർജ് വെച്ചിട്ടോ കുത്ത്. പണി കഴിഞ്ഞിട്ട് നിനക്ക് ആവശ്യമുണ്ട് നീ പോയാൻ. ആച്ചി ഫോൺ ചാർജ് വെക്കേണ്ടത് ആരോടും പറയണം. എന്ത് മണ്ടിയാ ഈനെല്ലാം കല്യാണം പോട്ട് നെന്നെ പാടും ചവിട്ടവിടെ ചമ്മച്ചടത്തമ്മ. കഴിക്കും. എന്നോട് തന്നെ കുറക്കാൻ തുടങ്ങിയ ഞാൻ കൊണ്ടുവന്നായി. തള്ളേ ക്ലാസ് കൊണ്ട് കഷ്ടാണ് മനുഷ്യ, നിങ്ങൾക്ക് കൊണ്ടുവച്ചൂടെ? ഞാൻ രാവിലെ തുടങ്ങണ പണിയല്ലേ ഇവിടെ. ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്ത് ഈ ഗ്ലാസ് എടുത്ത് അവിടെ കൊണ്ടുവെക്കല. എന്താ കൊണ്ടുവച്ചാല് എനിക്ക് പറ്റൂലേ. എന്താണ്? ഞാൻ ഒറ്റ കുറഞ്ഞു ചോദിച്ചോട്ടോ, എനിക്കെന്തെന്ന് ഇവിടെ പണി? ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? നീ എന്ന് പറഞ്ഞേ എനക്കെന്ത് ഇവിടെ പണിതാ? നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? ഞാൻ രാവിലെ തുടങ്ങി ചെയ്യണ കണ്ടൂടെ? അപ്പൊ നിങ്ങൾക്ക് എടി നിന്നെ കെട്ടിക്കൊണ്ടത് എന്റെ കാര്യം നോക്കാനാണ്. ഞാനാ നിന്നെ കല്യാണം കഴിച്ചു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ചെലവിന് നിങ്ങൾ കൊണ്ടുവരുമോ? എടി നീ എന്റെ ഭാര്യയല്ലേ, ഞാൻ നിന്റെ ഭാര്യയല്ലോ. അതെ അതെ അതെ, പഞ്ചായത്തിലെ മാതൃകാ ഭർത്താവാണ് നിങ്ങൾ. അതെ, മാതൃകാ ഞാൻ മാതൃകനായ പുരുഷനാണ്. അതെ അതെ അതെ, ഞാനിവിടെ ചോപ്പട്ടിയിലുണ്ടല്ലോ. ഒരു ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഭാര്യന്റെ പണി. നീ പറ, സത്യം പറ. നീ തർക്കുത്തരം പറഞ്ഞില്ല എന്നോട്. ഉന്നോട് തർക്കുത്തരം പറയാൻ മാറ്റി നീ ആയിട്ടാ നീ വളർന്നിട്ടടി. ആദ്യം പോയി പണിയെടുത്ത് പൈസ കൊണ്ടുപോകും, എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഭർത്താക്കന്മാരായി അങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പുറത്തിപ്പുറത്ത് നോക്കുന്നുണ്ട്, അപ്പുറത്തിപ്പുറത്ത് നോക്ക്. അപ്പുറത്തിപ്പുറത്തെ വീട്ടുകാരെ നോക്ക് നിങ്ങൾ. അവരെന്തിനാ സുഖമായിട്ടാ ജീവിക്കുന്നത്? കാരണം എന്താ? ഭർത്താക്കന്മാര് പഠിക്കൂ. ഞാൻ പോലും ഇറക്കിപ്പോ പൈസ എനിക്ക് ആ പൈസ തീരുമ്പോ ഞാൻ പഠിക്കും. എനിക്ക് ആ പൈസ തീരുമ്പോ അതുവരെ എന്ത് ചെയ്യും? വെറുതെ ഇരുന്ന് കഴിക്കും. ഇവിടെ ഞാൻ പട്ടിപ്പണി എടുക്കാൻ. ഇപ്പം മനസ്സിലായ കാര്യങ്ങള് അങ്ങനെ വിട്ട് പോന്നല്ലോ നീ. എന്നെ കാട്ടല്ലേ ഇവൾ അങ്ങനെ വിട്ടൂടാ. രാവിലെ തുടങ്ങണ പണിയാണ് ഇവിടെ. അതാരും ചിന്തിക്കില്ല. ഭർത്താവിന്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, എല്ലായിടത്തും പോയി പണിയെടുക്കണം. എന്നിട്ട് ചിന്തി പിന്നെ ഇവിടെ ഒന്നുമില്ല. 5ന്റെ പൈസ ഇല്ലാണ്ടിരിക്കും. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പൊക്കോ ഒന്നുമില്ല ഇവിടെ. എടി വീട്ടിലേക്ക് വന്നു കയറി ഒരു മഹാനെ പറഞ്ഞേക്കാൻ ഇന്ത്യ രാജ്യത്തിൽ എന്റെ ഭാര്യ സാരണക്കാരാണ് അധികാരം കൊടുത്തത്. അത് ഇന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. എടി റേഷൻ കാർഡിൽ ഗൃഹനാഥൻ എന്നല്ലേ ഒരു പേരുണ്ട്, 2 അക്ഷരം അടിയിൽ ഉണ്ണി. അത് ഞാനാടി. ഉണ്ണിയല്ല ഇപ്പൊ എന്റെ പേരാ. ആ പേര് മാറ്റില്ല. എന്ത് പേര് മാറ്റിയാലും ഒരു വീട്ടിലേക്ക് വന്ന് ഒരാളെ പറഞ്ഞേക്കാനുള്ള അധികാരം ഭർത്താവിനാണ്. അത് ഞാൻ പറയും, നീയല്ല പറയണ്ട്. ഇനി അത് ഉണ്ണിയടിയിലുണ്ട് ഭർത്താവായിട്ട്. നീ വെറും ഭാര്യയാടി. മാറിക്കും കൊണ്ട് നിന്നോട് ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞത് ആര്? അത് പറയാനുള്ള അധികാരം ഇവക്കില്ല. ആ അധികാരം എനക്കാണ്. ഇവിടെ 10 പൈസ ഇല്ല. പോടുന്നു. നീ വിറ്റാതി കണ്ടില്ല. നിനക്ക് പണിയുണ്ട്. ഞാനും പറഞ്ഞു. നീ പറ. പൂന്താൻ പോലെ നിൽക്കുവായിരുന്നു. ഒരു ചൂരെടുത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കലാണ്. നേരത്തെ ഒരു സുകുമാരനെ പറഞ്ഞല്ലോ അപ്പുറത്തെ. ഓനും നീ തമ്മിൽ എന്ത് വന്നു? ഏത് സുകുമാരൻ? സുകുമാരൻ. അപ്പൊ സുകുമാരൻ ഞാൻ കേട്ടു. ഞാൻ എല്ലാം മനസ്സിലാക്കും. നിനക്ക് ഭ്രാന്തല്ല. എന്റെ കൂടെ പറയപ്പെടാം. സുകുമാരൻ ഓനെ ഞാൻ ഇന്ന് ഓനെ കത്തിച്ചളിയും. നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താ? സുകുമാരനാണോ പ്രശ്നം?
സുകുമാരനാണോ നിങ്ങളുടെ പ്രശ്നം? വേറെ ആണ്ടടി, വേറെ ആരുടെ പറഞ്ഞോ, എല്ലാവരും പറഞ്ഞിട്ട് വരട്ടെ. പാട്ട് നിനക്ക് ചെലവര് ഞാനാണാ. നീ എന്നാ നീരാത്തോട്ടം രണ്ടും കിടക്കന്നെ. ചെലവ് എത്ര ബിസ്ക്കറ്റ് എത്ര ബീഫ് എത്ര ചിക്കൻ എല്ലാം കിടക്കന്നെ. എന്തെല്ലാം തന്നൂറാ ചാതിരിക്കും, എല്ലാം കിടക്കൻ.